ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷന് ശേഷം അവരുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് കൂടുതൽ ചെയ്യാൻ എത്ര ബ്യൂട്ടി ട്രെൻഡ്സ് വന്നാലും എത്ര സ്കിന്നിനെ പറ്റിയുള്ള കൺസേൺസ് വന്നാലും എപ്പോഴും എല്ലാവർക്കും കൺസേൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെയർ കെയർ, അല്ലെങ്കിൽ ഹെയറിനകത്ത് വരുന്ന ടെക്നിക്സ്, അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, അവൈലബിൾ ആയിട്ടുള്ള സർവീസസ്. അതൊക്കെ 2026 നമ്മളൊക്കെ ജീവിക്കുന്നത്. 2026 എന്തൊക്കെ പുതിയ ഈ പറഞ്ഞ പോലെ ടെക്നിക്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് അതിലൊക്കെ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ഹെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻസെക്യൂരിറ്റീസിനെ കവർ ചെയ്യുന്ന എന്തൊക്കെ പോസിബിലിറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് എസ്പെഷ്യലി ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിലും മെയിൽ ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് കാണാവുന്നതാണ്. ബിക്കോസ് നിങ്ങൾക്കും ഇതേ പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സോ വെൽക്കം ബാക്ക് ടു വീണ സിനാച്ചൽ. ഞാൻ വീണ, പ്രൊഫഷണലിസ്റ്റ്, ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കണം. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യമാണ് GFC തെറാപ്പി അഥവാ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറാപ്പി എന്നുള്ളത്. കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു കാര്യം PRP വരെയാണ്. പക്ഷേ ഇപ്പോൾ PRP മാത്രമല്ല, ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറാപ്പിയും അവൈലബിൾ ആണ്. കുറച്ചും കൂടി അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫോർമുല പോലെ ഉണ്ടാവുന്നതാണ്. കുറച്ചും കൂടി റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ക്ലിനിക്സിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറാപ്പിയും അതിന്റെ കൂട്ടത്തിൽ PRPയും അത് കൂടാതെ ഉള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും എല്ലാം കൂടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും ബേസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ റൂട്ടിന്റെ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ചിട്ടാണ്. സാധാരണ നമ്മൾ മുമ്പ് ബ്ലഡ് നിന്ന് തന്നെയാണ് നമ്മൾ മറ്റേ PRP എടുക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഈ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് തെറാപ്പിക്ക് ഉള്ളത്. ഞാൻ പറയുന്നത് ഹെയർ കെയറിൽ മാത്രമല്ല, സ്കിൻ കെയറിലും ഗ്രോത്ത് ഫാക്ടർ സിറംസ്, അങ്ങനെയുള്ള ഒരു ഗ്രോത്ത് ഫാക്ടർ വീണ്ടും കൊണ്ടുവരുന്ന രീതിയിൽ, അതായത് നമ്മളുടെ നിന്ന് പോയ ഗ്രോത്തിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊസീജിയർ മെയിൻ ആയിട്ട് എയിം ചെയ്തിട്ടുള്ളത്. പല ആൾക്കാരും ഒരു സർട്ടൻ ഏജ് ആയി കഴിഞ്ഞാൽ അത് അവിടെ നിന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് വീണ്ടും പഴയതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോൾ ഉണ്ട് എന്ന് നിങ്ങൾ അറിയണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബേസ്ഡ് ആയിട്ടുള്ള സ്കാൽപ്പ് ആൻഡ് ഹെയർ അനാലിസിസ് ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് തന്നെ നോർമലി കാണാൻ പറ്റും, ഹെയർ മാപ്പിംഗ് കാണാൻ പറ്റും, സ്കാൽപ്പിന്റെ ഒരു കണ്ടീഷൻ എങ്ങനെയാന്നുള്ളത് കാണാൻ പറ്റും. ഹെയർ ഇപ്പം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്, അത് എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. മുമ്പും അത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുമ്പും ആക്ച്വലി 3D മോഡലിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത്ര അക്യുറേറ്റ് ആയിരുന്നില്ല. ഇപ്പൊ ബേസ്ഡ് ആയപ്പോൾ കുറച്ചും കൂടി അതിനുള്ള സാധ്യത കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവുന്ന കാര്യം ഉണ്ടാവുമല്ലോ, അതായത് എങ്ങനെയായിരിക്കും ആഫ്റ്റർ നമ്മുടെ ലുക്ക്, ഭയങ്കര ബോറായി പോകാനുള്ള സാധ്യതയുണ്ടോ. മുമ്പൊക്കെ ഞാൻ പറയാറുള്ളത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത് പോലും അത് ചെയ്യുന്ന ഡോക്ടറിന്റെ ഒരു എസ്തെറ്റിക്സ് പോലെ ഇരിക്കും അതിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം വരുമ്പോൾ കുറച്ചും കൂടി അതൊരു സേഫർ സൈഡാണ്. നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ അവരുടെ ഒരു എസ്തെറ്റിക്സ് പ്രശ്നം അല്ലെങ്കിൽ കൂടി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി അതിന്റെ റിസൾട്ട് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാവും. ആൻഡ് ഓൾസോ നമുക്ക് കുറച്ചും കൂടി വിശ്വാസ്യത കൂടും. റിസൾട്ടിനെ പറ്റിയുള്ള നമ്മളുടെ തോട്ടിൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അടുത്തത് ഫീമെയിൽ ഹെയർ ലോസ് ആണ്. ഫീമെയിൽ ഹെയർ ലോസിന് വേണ്ടി മാത്രമായിട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്സ് ഇപ്പോൾ ഒരുപാടുണ്ട്. ഫീമെയിൽ ഹെയർ ലോസ് എന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് വരുന്നത് പോസ്റ്റ്പാർട്ടം. അതിനെപ്പറ്റി എന്താ പറയാ, അനലൈസ് ചെയ്ത് വീണ്ടും വരുന്ന രീതിയിൽ എങ്ങനെയാക്കി എടുക്കാം എന്നുള്ളതിനെ പറ്റി അവർ പറഞ്ഞു തരും. പോസ്റ്റ്പാർട്ടം മാത്രമല്ല, ഫീമെയിൽസിനെ അഫക്ട് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും PCOD ഉണ്ട്. PCOD വരുന്ന സമയത്ത് ഹെയർ തിന്നിങ് വരാം, ന്യൂട്രീഷൻ ലെവൽ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ അത് വരാം, അതല്ലെങ്കിൽ നോർമലി സ്ട്രെസ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യത്തിന്റെ സ്ട്രെസ് ലെവൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നോർമലി ആൾക്കാർ അത്ര കെയർ ചെയ്യില്ല. ബിക്കോസ് നമ്മൾ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയ ആൾക്കാരായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് ഒരു വലിയ സ്ട്രെസ് ആയിട്ട് പ്രത്യേകിച്ച് നോക്കില്ല. ബിക്കോസ് അത് എന്തായാലും ഒഴിവാക്കാൻ പറ്റാത്ത സ്ട്രെസ്സാണ്, അങ്ങനെയൊക്കെയാണ് അതിനെപ്പറ്റി കാണുന്നത്. പക്ഷെ ഇത് കുറച്ചും കൂടി എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള കാര്യത്തെ പറ്റി അവർ പറഞ്ഞു തരികയും ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഉറക്കം, ശ്രദ്ധിക്കേണ്ട വിധവും കാര്യങ്ങളും, അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും പറഞ്ഞു തരും. അടുത്തതെന്ന് പറയുന്നത് കോമ്പിനേഷൻ തെറാപ്പീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ GFC എന്ന് പറഞ്ഞൊരു തെറാപ്പി അവൈലബിൾ ആണ്, PRP ഉണ്ട്, മൈക്രോ നീഡിലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ LLT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഹെയറിന്റെ കാര്യത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഓൾട്ടർനേറ്റീവ് ആയിരിക്കും ചില സമയത്ത് ഒന്ന് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത്. ചിലർക്ക് അത് ഈ പറഞ്ഞതുപോലെ ഒരു ദിവസം ഒന്നെങ്കിൽ അടുത്ത
താഴത്തെ സിറ്റിങ്ങിൽ വേറൊന്നായിരിക്കും. അങ്ങനെ പല രീതിയിലായിരിക്കും ഇത് കമ്പൈൻ ചെയ്ത് പോവുക. ഇത് കമ്പൈൻ ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ ഓവറോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഇപ്പം ഏതെങ്കിലും ഒരു ഏരിയ നമ്മളുടെ വീക്കാണെങ്കിലും നമ്മളുടെ ആ ഒരു കംപ്ലീറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര നന്നായിട്ട് വരും. എല്ലാവർക്കും ഇപ്പം എന്താ പറയുക, ലെങ്തി ആയിട്ടുള്ള ഹെയർ വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ കൂടി തിക്നെസ് പോകുന്നതിനെ പറ്റി എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട്. ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു സാധനത്തെ പറ്റി പേടിയുണ്ട്. ഇത്തരം കോമ്പിനേഷൻ തെറാപ്പീസ് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ പ്രശ്നം നോക്കിയിട്ട് ഓവറോൾ അതിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് സ്കാൽപ്പ് ഹെൽത്ത് ആണ്. ഹെയറിന്റെ ഹെൽത്തിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. ക്ലിനിക്സിലൊക്കെ ആണെങ്കിലും അതിന്റെ കണ്ടീഷൻസ് ഒക്കെയാണ് നോക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഹെയറിന്റെ ഹെൽത്ത് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഡാൻഡ്രഫ് ആയിക്കോട്ടെ, സ്കാൽപ്പിന്റെ ഇൻഫ്ലമേഷൻ ആയിക്കോട്ടെ, അങ്ങനെ സ്കാൽപ്പിന് എന്ത് കാര്യങ്ങൾ പറ്റിക്കഴിഞ്ഞാലും അത് ഓവറോൾ ഹെയറിന്റെ ഹെൽത്തിനെ ബാധിക്കും എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്കിന്നിൽ നമ്മൾ സിറംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ സ്കാൽപ്പിന് വേണ്ടിയിട്ടുള്ള സിറംസ് ഉണ്ട്, സ്കാൽപ്പിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഓറൽ മെഡിസിൻസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പണ്ട് നമ്മൾ എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരുന്നത് ഹെയറിലേക്കായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പം മാറി വന്നിട്ടുണ്ട്. നിങ്ങളാണെങ്കിലും ഞാൻ പറയുന്നത്, ഇപ്പം എന്തെങ്കിലും ഒക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഹോം റെമഡീസ് വെച്ചിട്ട് അതിനെ ഓക്കെ ആക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഹെയറിലേക്കാണ് എപ്പോഴും കൂടുതലായിട്ടും പോവുക. സ്കാൽപ്പിൽ അകപ്പാടെ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഡാൻഡ്രഫ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും. ഹോം റെമഡീസ് കൊണ്ട് മാത്രം ഇപ്പം നിൽക്കില്ല. ബിക്കോസ് നമ്മൾ ജീവിക്കുന്നത് 2026-ലാണ്. ഒരുപാട് പൊല്യൂഷനും അങ്ങനെയുള്ള എൻവയോൺമെന്റ് ഒക്കെ ആണെങ്കിൽ ഈവൻ സൺ ഡാമേജ് പോലും സ്കാൽപ്പിനെയും ഹെയർ ഗ്രോത്തിനെയും ഒക്കെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. സോ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് സ്കാൽപ്പിന്റെ ഹെൽത്ത് ആയിരിക്കണം. നമ്മൾ സ്കിന്നിന്റെ കാര്യത്തിൽ എക്സ്ഫോളിയേഷൻസിനെ പറ്റി പറയാറുണ്ട്. എക്സ്ഫോളിയേറ്റ് ചെയ്യും, സ്കിന്ന് റെജൂവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ സൺ ഡാമേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിറംസ് യൂസ് ചെയ്യും. സെയിം ഇപ്പം എല്ലാ കാര്യങ്ങളും ഇത്തരം സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹെയറിന് വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റും. എക്സ്ഫോളിയേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഹെയറിന്റെ പറയുന്ന പോലെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സിറംസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഹെയർ ഗ്രോത്ത് സിറംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. PRP പോലുള്ള ട്രീറ്റ്മെന്റിന്റെ കൂടെ ആണെങ്കിലും ഓറൽ ആയിട്ടുള്ള മെഡിസിനും കൂടി കഴിക്കാൻ പറയും. ബയോട്ടിൻ ഡെഫിഷ്യൻസി കാരണം ഹെയർ പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ബയോട്ടിൻ കഴിക്കാൻ പറയും. അയൺ ചിലപ്പോൾ ബോർഡർ ലൈൻ നിൽക്കുകയാണെങ്കിൽ കൂടി അയൺ അത് പ്രശ്നമായിരിക്കും. അതിന്റെ ഡെഫിഷ്യൻസി ആയിട്ടായിരിക്കും കാണിക്കുക. ബിക്കോസ് അത് സഫിഷ്യന്റ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഹെയർ കെയർ റുട്ടീനിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഹെയർ കെയറിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ഒരു ഏരിയ ആണ് ഹെയറിന്റെ ഏരിയ. സ്കിന്നായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ബിക്കോസ് ഇത് രണ്ടും ബാലൻസ്ഡ് ആക്കി നിർത്തിയാൽ മാത്രമേ ഓവറോൾ നമ്മളുടെ ഒരു ടോട്ടൽ ലുക്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ. നോർമലി ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷന് ശേഷം അവരുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേടിയുണ്ടെന്നൊക്കെ. അത് ഇപ്പം ഞാൻ പറയുന്നത് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ ന്യൂട്രീഷൻ ലെവൽ ഏതെങ്കിലും ഒക്കെ ഡെഫിഷ്യൻസീസ് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് കൂടുതലായിട്ട് നിങ്ങളുടെ ഹെയർ ലോസ് സംഭവിക്കുന്നത്. ഇപ്പം ഹെയറും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിഷൻ ചെയ്യുന്നത് വെറും വെയിറ്റ് ലോസ് മാത്രമാണെങ്കിൽ ഭയങ്കര ക്ഷീണിച്ചതായിട്ട്, ഭയങ്കര ഹെയർ ഒക്കെ പോയി എന്തോ അസുഖം പിടിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഈ ഒരു ന്യൂട്രീഷൻ ലെവലും കൂടെ നോക്കി, ഹെയറിന്റെ ഒരു ഹെൽത്തും കൂടെ നോക്കി, ഹെയറിന്റെ സ്റ്റൈലും കൂടെ മാറ്റിയിട്ട് വേണം ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.